ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കിയാലോ? കമോൺ. അതിനാവശ്യമായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാനൊരു 20 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും നമുക്ക് ആവശ്യമുണ്ട്. റംബൂട്ടാനാണ് ഇതിൽ മെയിനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. റംബൂട്ടാൻ നന്നായിട്ട് തോട് പൊളിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിട്ട് വാഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ കട്ട് ചെയ്ത 4 പച്ചമുളകും, പിന്നെ കുറച്ച് ജീരകവും വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിനാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. കടുകിട്ട് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്ത് ചെയ്യണം, നന്നായിട്ട് വഴണ്ട് വരണം. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിട്ട് വഴട്ടുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഉലുവ 1 സ്പൂൺ ഇടുക. എന്നിട്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ആവശ്യമുള്ള 4 പച്ചമുളകാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഒരു 2 മിനിറ്റ് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ ജീരകം മസ്റ്റാണ്, അത് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി, അതും 1 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളം. ഇതിൻ്റെ ഇടയിൽ 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കായപ്പൊടി ഒരു 1/2 സ്പൂൺ ഇടുക. ഇനിയാണ് നമ്മുടെ മെയിൻ റംബൂട്ടാൻ അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൽ വിനീഗർ ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് വിനീഗർ ചേർക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റംബൂട്ടാൻ അച്ചാറിൻ്റെ റെസിപ്പി. നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.